റമളാനിന്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നോമ്പ് അത് പരിശുദ്ധമായ മുഹറമിലെ നോമ്പാണ്. അല്ലാഹു തആല നോൽക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് മുഹറം 9ഉം 10ഉം വല്ലാത്ത മഹത്വമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സൗമു ആശൂറാ കഫാറത്തുസ് സനതി. ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ മുഹറം 10ന്റെ നോമ്പ് നോറ്റുപോയാൽ അവൻ ചെയ്തു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാനത് കാരണം ുമെന്ന് മുത്തുനബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. മാത്രമല്ല അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ മുഹറം 10ന്റെ നോമ്പ് നോറ്റാൽ അള്ളാഹു പടച്ച റബ്ബ് ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 60 വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാണ്. 1-2 വർഷമല്ല, 60 വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം ഉണ്ടല്ലോ അള്ളാഹു റബ്ബ് തആല ആ മനുഷ്യന് കൊടുക്കുമെന്ന് പഠിപ്പിച്ചത് തെറ്റാത്ത വാക്കിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 60 വർഷം നോമ്പ് നോറ്റ പ്രതിഫലമാണ് മുഹറം 10ലെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. മുത്തുനബി വീണ്ടും പറയാൻ, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ മുഹറം 10ന്റെ രാവിലെ അന്നത്തെ രാത്രി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും പിറ്റേ ദിവസം മുഹറം 10ന്റെ പകലിലെ നോമ്പ് നോൽക്കുകയും ചെയ്താൽ ലം യദ്രി ബിൽ മൗത്ത്, അവൻക്ക് മരണവേദന അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കുമെന്ന് മുത്തുനബിയെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മുഹറം 10ന്റെ രാവിൽ, അതായത് മുഹറം 9ന്റെ രാത്രി ഒരാൾ ഇബാദത്തുകൾ ചെയ്ത് ധന്യമാക്കി അന്ന് ഉറങ്ങാതെ കുറച്ച് സമയം ഇബാദത്തും ദിക്റും ഖുർആനോത്തക്കായി സമയം ചെലവഴിച്ചു. പിറ്റേന്ന് മുഹറം 10ന്റെ പകലിൽ മുഹറം 10ന്റെ ആശൂറാന്റെ സുന്നത്ത് നോമ്പ് നോറ്റാൽ അവൻക്ക് മരണവേദന അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.